ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫോർത്ത് മോഡ്യൂൾ കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ അതിലാണ് നമ്മൾ പോകുന്നത്. ആ കോംപ്ലക്സ് ഇൻ്റഗ്രേഷനിൽ പോകും മുമ്പ് നമ്മൾ കോംപ്ലക്സ് ഡിഫറൻസിയേഷൻ നോക്കിയ കോംപ്ലക്സ് നമ്പർ എന്താണ്, അതിൻ്റെ കാഞ്ചുഗേറ്റ് എന്താണ്, അതിൻ്റെ മോഡുലസ് എന്താണ്. സോ അതിൻ്റെ കുറച്ച് ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് അതിനുശേഷം പ്രോബ്ലത്തിൽ പോകാം. ഓക്കെ. സോ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുമ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ വേണമെങ്കിൽ നമുക്ക് നോട്ട് നമ്പർ 1 കോംപ്ലക്സ് നമ്പർ അതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ സി ആണ്. ദാറ്റ് ഈസ് സെറ്റ് ഓഫ് ആൾ എക്സ് പ്ലസ് ഐ വൈ where x, y are real numbers and I equal to root of -1 or I square equal to എന്താവും I square equal to -1. ഓക്കെ. ഏതെങ്കിലും ഒരു നമ്പറിനെ നമുക്ക് ഒരു എക്സ് പ്ലസ് ഐ വൈ ഫോമിൽ കൊണ്ടുവരികയാണെങ്കിൽ ആ എക്സും വൈ എവിടെ നിന്നാണ് എടുക്കുന്നത്? റിയൽ നമ്പർ എന്നാണ് എടുക്കുന്നത്. റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ റേഷണൽ നമ്പറിൻ്റെയും ഇറേഷണൽ നമ്പറിൻ്റെയും യൂണിയനാണ്. ഓക്കെ. നമുക്ക് സപ്പോസ് അത് 1 2 3 ഏതും ആകാം, -1 -2 -3 ആകാം, അല്ലെങ്കിൽ 2/3 5/3 അങ്ങനെ ആ p/q ഫോമിലാകാം, അല്ലെങ്കിൽ ഇറേഷണൽ നമ്പർ √2 √3 എന്ത് വേണമെങ്കിൽ ആകാം. സോ ഈ നമ്പേഴ്സിൻ്റെ കളക്ഷനാണ് നമുക്ക് എന്താണ് റിയൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എക്സും വൈയും റിയൽ നമ്പറാണ്. ആ കോംപ്ലക്സ് നമ്പറിൻ്റെ ഫോം എന്തായിരിക്കണം? ഒരു എ പ്ലസ് ഐ ബി അല്ലെങ്കിൽ എക്സ് പ്ലസ് ഐ വൈ ഫോമിലിരിക്കണം. എക്സും വൈയും എടുക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ റിയൽ നമ്പർ എന്നാണ് എടുക്കുന്നത്. ഓക്കെ. ഇപ്പോൾ സപ്പോസ് ഞാൻ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻ, 2 ഒരു കോംപ്ലക്സ് നമ്പറാണോ? 2 ഒരു കോംപ്ലക്സ് നമ്പറാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ 2ന് നമുക്ക് എന്തെടുക്കാം? 2 + i0 എന്ന് എടുക്കാം. അപ്പോൾ 3i ഒരു കോംപ്ലക്സ് നമ്പറാണോ? 3iയും ഒരു കോംപ്ലക്സ് നമ്പറാണ്. എന്തുകൊണ്ട്? ആ 3iന് 0 + 3i എന്ന് എടുക്കാം. 0 റിയൽ നമ്പറാണ്, 3 റിയൽ നമ്പറാണ്. അപ്പോൾ ഏതെങ്കിലും നമ്പറിന് നമുക്ക് എക്സ് പ്ലസ് ഐ വൈ ഫോമിൽ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ആ നമ്പേഴ്സിനെ കോംപ്ലക്സ് നമ്പർ എന്ന് പറയും. ആ എക്സും വൈയും എവിടെ നിന്നാണ് എടുക്കുന്നത്? റിയൽ നമ്പർ നിന്നാണ് എടുക്കുന്നത്. ആ ഐ എന്ന് പറയുന്ന വാല്യൂ എന്താണ്? √(-1). അല്ലെങ്കിൽ നമുക്ക് സ്ക്വയർ ചെയ്യുമ്പോൾ ഐ സ്ക്വയറിൻ്റെ വാല്യൂ എന്തായിരിക്കും? -1 ആയിരിക്കും. ഇത് നമ്മുടെ കോംപ്ലക്സ് നമ്പറിൻ്റെ ഡെഫിനേഷനാണ്. ഇത് ആൾറെഡി നമുക്ക് തന്നിട്ടുള്ള കാര്യമാണ്. ഓക്കെ. അതിൽ കുറച്ചുകൂടെ അടുത്തൊരു കാര്യങ്ങളെന്ന് പറയുമ്പോൾ സപ്പോസ് ഞാൻ എടുക്കുന്ന അടുത്ത നോട്ട് 2 അതിൽ ലെറ്റ് ഞാൻ എടുക്കുന്നത് ലെറ്റ് ഇസറ്റ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ബി എ കോംപ്ലക്സ് നമ്പർ നമ്പർ. ഓക്കെ. ഇങ്ങനെ ഞാനൊരു കോംപ്ലക്സ് നമ്പർ എടുക്കുന്നു. ഇസറ്റ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ബി എ കോംപ്ലക്സ് നമ്പർ. ഇവിടെ നമുക്ക് ചില കാര്യങ്ങൾ പറയാൻ പറ്റും. നമ്പർ 1 ഇതിൻ്റെ റിയൽ പാർട്ട് ഓഫ് ഇസറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് RE ഓഫ് ഇസറ്റ്. റിയൽ പാർട്ട് ഓഫ് ഇസറ്റ് ഇസ് ഈക്വൽ ടു ആ എക്സ് പ്ലസ് ഐ വൈയിൽ ഐൻ്റെ കൂടെ ഐ വരാത്ത ടേം എന്താണ്? ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ ഐ വൈ ഉണ്ട്. ഇവിടെ ഐ വരാത്ത ടേം എക്സ് ആണ്. അതാണ് അതിൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത്. റിയൽ പാർട്ട് ഡിനോട്ട് ചെയ്യുന്നത് RE ഓഫ് ഇസറ്റ്. RE ഓഫ് ഇസറ്റ് ഇസ് ഈക്വൽ ടു എക്സ്. അതുപോലെ നമ്പർ 2 ഇമേജിനറി പാർട്ട് ഓഫ് ഇസറ്റ് ഡിനോട്ട് ചെയ്യുന്നത് IM ഓഫ് ഇസറ്റ്. ഇമേജിനറി പാർട്ട് ഓഫ് ഇസറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറച്ച് കൺഫ്യൂസ് ആകരുത്. ഇമേജിനറി പാർട്ട് ഓഫ് ഇസറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഐൻ്റെ കൂടെ ഉള്ള ടേമാണ്. ചില പിള്ളേർ നമുക്ക് എഴുതുന്ന സമയത്തിൽ ഐനെ കൂടെ ചേർത്ത് എഴുതുകയാണ്. ഇമേജിനറി പാർട്ട് ഓഫ് ഇസറ്റ് എന്ന് പറയുമ്പോൾ ഐൻ്റെ കൂടെ എന്ത് ടേം വരുന്നോ ആ ടേമാണ്. ഇവിടെ നമുക്ക് ഐൻ്റെ കൂടെ വരുന്ന ടേം വൈ ആണ്. സോ അപ്പോൾ ഇമേജിനറി പാർട്ട് ഓഫ് ഇസറ്റ് ഇസ് ഈക്വൽ ടു വൈ. ഓക്കെ. ഇവിടെ നമുക്ക് ഒരു സപ്പോസ് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എക്സാമ്പിൾ ഞാൻ എടുക്കുന്നത് ഇസറ്റ് ഈക്വൽ ടു ജസ്റ്റ് ഒരു ഐ എടുക്കുകയാണ്. ഈ ഐനെ നമുക്ക് എങ്ങനെ നമുക്ക് കോംപ്ലക്സ് നമ്പറിൻ്റെ ഫോമിൽ കൊണ്ടുവരാം? ഈ ഐനെ ഞാൻ ഒരു 0 + 1 × i എന്നെടുക്കാം. ഈ ഐ എന്ന് പറഞ്ഞ ഈ നമ്പറിന് ഞാൻ 0 + 1i. ഇപ്പോൾ എന്താണ്? 0 ഒരു റിയൽ നമ്പറാണ്, 1 ഒരു റിയൽ നമ്പറാണ്. അപ്പോൾ ഏത് ഫോമിലായി? ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ഫോമിലായി. ഇവിടെ റിയൽ പാർട്ട് എന്താണ്? സോ ഹിയർ റിയൽ പാർട്ട് ഓഫ് ഇസറ്റ് ഇസ് ഈക്വൽ ടു 0, ഇമേജിനറി പാർട്ട് ഓഫ് ഇസറ്റ് ഇസ് ഈക്വൽ ടു ഐൻ്റെ കൂടെയുള്ള ടേം 1 ആണ്. ഓക്കെ. സോ അപ്പോൾ നമുക്കൊരു കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ട് എന്താണ്? ഐ ഇല്ലാത്ത ടേം റിയൽ പാർട്ടാണ്. ഇമേജിനറി പാർട്ട് ആകുമ്പോൾ ഐൻ്റെ കൂടെയുള്ള ടേം, ഐനെ ചേർക്കുന്നത് ഐൻ്റെ കൂടെയുള്ള ടേമാണ് അതിൻ്റെ ഇമേജിനറി പാർട്ട്. ഓക്കെ. നമുക്കിത് അറിയുന്ന കാര്യമാണ്. നമ്പർ 3 എന്ന് പറയുമ്പോൾ ഒരു കാഞ്ചുഗേറ്റ്
conjugate of a complex number. ഓക്കെ, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇസഡ് ബാർ എന്നാണ്. ഇവിടെ നമുക്ക് ഇസഡ് ഈക്വൽ ടു നമുക്ക് എക്സ് പ്ലസ് ഐ ഒ ആണ് തന്നിരിക്കുന്നത്. അതിൻ്റെ കാഞ്ചുഗേറ്റ് ഡിനോട്ട് ചെയ്യുന്നത് ഇസഡ് ബാറാണ്. ഇസഡ് ബാറിൻ്റെ പേര് എക്സ് മൈനസ് ഐ ഒ ആണ്. എന്താണ് നടക്കുന്നത്? നമുക്ക് ആ ഇമേജിനറി പാർട്ട് ഐ ഉണ്ടല്ലോ, ഐൻ്റെ കൂടെ ഉള്ള ആ ടേം, അത് ആ ടേം മിഡിലിൽ വരുന്നത് പ്ലസ് സൈൻ ആണെങ്കിൽ മൈനസ് ആകും, മൈനസ് സൈൻ ആണെങ്കിൽ പ്ലസ് ആകും. സപ്പോസ് 2 + 3a ആണെങ്കിൽ അതിൻ്റെ കാഞ്ചുഗേറ്റ് എന്താവും? 2 - 3a ആകും. 2 - 4i ആണെങ്കിൽ എന്തായിരിക്കും? അത് 2 + 4i എന്നാവും. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ കാഞ്ചുഗേറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇസഡ് ബാർ എന്നാണ്. എന്താവും? എക്സ് പ്ലസ് ഐ ഒ ആണെങ്കിൽ അതെന്തായിട്ട് മാറും? എക്സ് മൈനസ് ഐ ഒ ആയിട്ട് മാറും. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കോംപ്ലക്സ് ഡിഫറൻസിയേഷൻ നോക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ കാഞ്ചുഗേറ്റാണ്. അടുത്തറിയേണ്ടത് നമുക്ക് അതിൻ്റെ മോഡുലസ്. ഇതിൻ്റെ എക്സാമ്പിളിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് നേരെ അവിടെ അതിൻ്റെ മോഡുലസിൽ പോവുക. നമ്പർ 4, മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. സോ അതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ മോഡുലസ് ഓഫ് ഇസഡ്. മോഡുലസ് ഓഫ് ഇസഡ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഞാൻ എന്താണ് ഇവിടെ ചെയ്യുന്ന കാര്യം വളരെ ക്ലിയറാണ്. എന്ത് ചെയ്യുന്നടാ? റിയൽ പാർട്ടിരിക്കുന്ന എക്സിനെ സ്ക്വയർ ചെയ്യുകയാണ്, ഇമേജിനറി പാർട്ട് വരുന്ന ആ വൈനെയും സ്ക്വയർ ചെയ്യാണ്, പിന്നെ അതിൻ്റെ റൂട്ട് എടുക്കുകയാണ്. വളരെ ക്ലിയറായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ഉൾക്കൊള്ളണം. എന്ത് ചെയ്യുന്നു? റിയൽ പാർട്ടിനെ സ്ക്വയർ ചെയ്യുന്നു, പ്ലസ് ഇമേജിനറി പാർട്ട് സ്ക്വയർ ചെയ്ത് എന്ത് ചെയ്യുന്നു? അതിൻ്റെ റൂട്ടിനകത്തിടുന്നു. ഇതിൽ വേണമെങ്കിൽ ഒന്നുകൂടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, സപ്പോസ് എക്സാമ്പിൾ നമ്പർ 1 ഞാൻ എടുക്കുന്നത് ഇസഡ് ഈക്വൽ ടു 2 + 3i. അപ്പോൾ മോഡുലസ് ഓഫ് ഇസഡ് ഇവിടെ എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് 2 സ്ക്വയർ, എക്സ് റിയൽ പാർട്ട് 2 ആണ്, ഇമേജിനറി പാർട്ട് 3 ആണ്. അപ്പോൾ 2 സ്ക്വയർ ആകുമ്പോൾ 4 ആണ്, പ്ലസ് 3 സ്ക്വയർ ആകുമ്പോൾ നമുക്കറിയാം 9 ആണ്. സോ ഈക്വൽ ടു റൂട്ട് ഓഫ് 13 വരുന്നു. സപ്പോസ് ഞാൻ എടുക്കുന്ന സെക്കൻഡ് 2 എക്സാമ്പിളിൽ സപ്പോസ് ഇസഡ് ഈക്വൽ ടു ഞാൻ 2 - 3i എന്ന് എടുത്തിരിക്കട്ടെ. ഇവിടെ നമുക്ക് മോഡുലസ് ഓഫ് ഇസഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് റിയൽ പാർട്ട് 2 ആണ്, ഇമേജിനറി പാർട്ട് -3 ആണ്. വളരെ ക്ലിയറാണ് നോക്കേണ്ടത്. എന്താകും? 2 സ്ക്വയർ എന്നാവും, പിന്നെ പ്ലസ് -3 ദ ഹോൾ സ്ക്വയർ ആണ്. വളരെ ക്ലിയറാണ്. റിയൽ പാർട്ടിനെ സ്ക്വയർ ചെയ്യണം, അതുപോലെ ഇമേജിനറി പാർട്ട് സ്ക്വയർ ചെയ്യണം, അതിൻ്റെ റൂട്ട് എടുക്കണം. സോ അപ്പോൾ 2 ഇതിൻ്റെ വില എന്താവും? നേരത്തെ പറഞ്ഞ പോലെ എന്താവും? 2 സ്ക്വയറിൻ്റെ വാല്യൂ 4 ആണ്, പ്ലസ് -3 ദ ഹോൾ സ്ക്വയർ എടുക്കുമ്പോൾ സ്ക്വയർ ആയതുകൊണ്ട് മൈനസ് പോവും, 3 സ്ക്വയറിൻ്റെ വാല്യൂ 9. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? റൂട്ട് ഓഫ് 13 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കോംപ്ലക്സ് നമ്പറിൻ്റെ കാഞ്ചുഗേറ്റ്, കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് നമുക്കറിയാം. ഇതിനെക്കുറിച്ച് ഇനി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇനിയുള്ള കാര്യങ്ങൾ അതായത് തന്നിരിക്കുന്ന റിയൽ പാർട്ട് ഓഫ് ഇസഡ് അറിയാം, ഇമേജിനറി പാർട്ട് ഓഫ് ഇസഡ് അറിയാം, കാഞ്ചുഗേറ്റ്, പിന്നെ മോഡുലസ് ഓഫ് ഇസഡ്. ഇനി വരുന്ന കുറച്ച് റിസൾട്ടുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ പ്രോബ്ലം നമുക്ക് കോംപ്ലക്സ് ഇൻറ്റഗ്രേഷനിൽ പ്രോബ്ലം വരുമ്പോൾ നമുക്ക് തരാം. അതിനു മുമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടുത്ത് വരുന്ന നോട്ട്, ആ നോട്ട് വളരെ പ്രധാനമാണ്. ഇത്രയും ബേസായിട്ട് കോംപ്ലക്സ് ഡിഫറൻസിയേഷനിൽ നമുക്ക് നോക്കിയിട്ടുള്ളതാണ്. സോ അതിൽ നിന്ന് ഞാൻ അടുത്ത പ്രോബ്ലത്തിന് വേണ്ടി, കോംപ്ലക്സ് ഇൻറ്റഗ്രേഷന് വേണ്ടി അടുത്ത ഒരു ഏരിയയിൽ പോവുകയാണ്. അടുത്തൊരു നോട്ട്. സോ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് നോട്ടാണ്. സപ്പോസ് ലെറ്റ് ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ, ദെൻ ഡി ഇസഡ് ഇസ് ഈക്വൽ ടു, ഡി ഇസഡ് എന്തായിട്ട് മാറുമെന്ന് പറയുമ്പോൾ ഡി എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡി വൈ ആയിട്ട് മാറും. ഇവിടെ ഇസഡ് എക്സ് പ്ലസ് ഐ വൈ ആകുമ്പോൾ നമ്മുടെ ഡി ഇസഡിൻ്റെ വാല്യൂ ഡി എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡി വൈ. ഇവിടെ നമുക്ക് ചില കാര്യങ്ങളൊന്നും അറിയാവുണ്ട്. സപ്പോസ് നമുക്ക് തന്നിരിക്കുന്ന ഒരു കർവ്, ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കുന്നത്, എക്സാമ്പിൾ y ഈക്വൽ ടു ഒരു 4x² ഇങ്ങനെ തന്നിരിക്കുകയാണ്. നമുക്കിവിടെ നമുക്ക് dy ബൈ dx കാണും. dy ബൈ dx ആകുമ്പോൾ നിങ്ങൾക്ക് മീനിങ് അറിയാം, ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. ഓക്കെ, 4 കോൺസ്റ്റൻ്റ് ആണ്, x² ഡെറിവേറ്റീവ് 2x, അങ്ങനെ നിനക്ക് എന്താവും? 8x എന്നാവും. ഓക്കെ, ഇതിനെ ഞാൻ റീറൈറ്റ് ചെയ്യുന്നത് ഇവിടെ നിന്ന് dy യുടെ വാല്യൂ എന്ത് കിട്ടും? dy ഈക്വൽ ടു 8x ഇൻറ്റു dx. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്ച്വലി ഈ dy ബൈ dx ഈക്വൽ ടു 8x ഇങ്ങനെ നമുക്ക് എടുക്കില്ല. എടുക്കുന്ന സമയത്തിൽ dy ഈക്വൽ ടു 8x ഇൻറ്റു dx. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന വൈനെ വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വൈൻ്റെ വാല്യൂ എന്താവും? 1 എന്നാവും. അതിൻ്റെ കൂടെ dy ചേർക്കണം.
റൈറ്റ് സൈഡിലിരിക്കുന്ന 4x² വിത്ത് റെസ്പെക്ട് എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ 8x കിട്ടും. ഇൻറ്റു എന്തുകൂടെ ചേർക്കണം? dx ചേർക്കണം. അപ്പോൾ ഇനി ഇപ്പോൾ പറയുന്ന കാര്യം വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക. ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന വൈന് വിത്ത് റെസ്പെക്ട് വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും? അതിൻ്റെ കൂടെ dy ചേർക്ക്. റൈറ്റ് സൈഡിലിരിക്കുന്ന ടേമിനെ വിത്ത് റെസ്പെക്ട് എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എന്ത് ചെയ്യണം? dx ചേർക്കുക. ഈ ലൈനിൽ നിന്നാണ് കിട്ടുന്നത്. പക്ഷേ ഇനിയുള്ള പ്രാബ്ലങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പോകണം. ഇതാണ് ഒരു എക്സാമ്പിളോട് നോക്കുകയാണെങ്കിൽ ഇത് എക്സാമ്പിൾ നമ്പർ 1. എക്സാമ്പിൾ നമ്പർ 2 y² ഞാൻ ഒരു 5x³ എന്ന് എടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഡയറക്റ്റായിട്ട് dy/dx കാണുന്നതിന് പകരം ഇവിടെ എന്ത് ചെയ്യണം? വിത്ത് റെസ്പെക്ട് വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ എന്താ വരും? 2y² ഡെറിവേറ്റീവ് 2y കൂടെ എന്ത് ചെയ്യണം? dy 2y dy = 5x³ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. 5x³ ഡെറിവേറ്റീവ് എന്താണ്? ഇവിടെ എന്താ വരും? 15 ആവും. ഇവിടെ 5 കോൺസ്റ്റൻ്റ് ആണ്. 3 ഇവിടെ 3 വരുമ്പോൾ 5 × 3 15 ആകും. അപ്പോൾ എന്താവും? 15x² × dx. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഓരോ പ്രോബ്ലത്തിലും dy/dx കണ്ടിട്ട് വിടില്ല. നമുക്ക് എന്ത് ചെയ്യണം? ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന വൈന് വിത്ത് റെസ്പെക്ട് വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. കൂടെ എന്ത് ചേർക്കണം? dy ചേർക്കണം. അതുപോലെ റൈറ്റ് സൈഡിലിരിക്കുന്ന എക്സിൻ്റെ ടേം വിത്ത് റെസ്പെക്ട് ടു എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അതിൻ്റെ കൂടെ എന്ത് ചേർക്കണം? dx ചേർക്കണം. ഓക്കെ, ഈ കാര്യം വളരെ കെയർഫുള്ളായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. ഇത്രയും. പിന്നെ അടുത്ത് എക്സിൻ്റെ വേരിയേഷൻ എങ്ങനെ കാണണം, വൈൻ്റെ വേരിയേഷൻ എങ്ങനെ കാണണം, അതിൻ്റെ കാര്യമൊക്കെ ഞാൻ പ്രോബ്ലത്തിൽ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ ഫസ്റ്റ് പ്രോബ്ലത്തിൽ ഞാൻ പോവുകയാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Evaluate number 1. Evaluate integral over c. Evaluate integral over c x² dx plus iy dy. x² dx plus iy dy where c is a straight line. C is a straight line. Y = 2x from 1,1 to 2,4. 1,1 to 2,4. ഓക്കെ, ഇത് നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലമായിട്ട് നോക്കാം. തന്നിരിക്കുന്ന പ്രോബ്ലം ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ c x² dx plus iy dy where c is a straight line, y = 2x from 1,1 to 2,4. ഈ സ്ട്രൈറ്റ് ലൈനാണ്. ഇത് ഈ സി എന്ന് പറഞ്ഞാൽ ഈ സ്ട്രൈറ്റ് ലൈനാണ്. നമുക്ക് എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ ഈ അകത്തിരിക്കുന്ന ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പോകുന്ന ആ ഇൻ്റഗ്രാൻഡിനെ നമുക്ക് ഒന്നുകിൽ കംപ്ലീറ്റ് ആയിട്ട് എക്സിൻ്റെ ടേമിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് വൈൻ്റെ ടേമിൽ കൊണ്ടുവരണം. ഓക്കെ, എക്സിൻ്റെ ടേമിൽ കൊണ്ടുവരികയാണെങ്കിൽ എക്സിൻ്റെ വേരിയേഷൻ ഇവിടെ നിന്ന് എവിടെ ആയിരിക്കും? ഈ 1 നിന്നും 2 ആയിരിക്കും. വൈയിൽ കൊണ്ടുവരികയാണെങ്കിൽ വൈയുടെ വേരിയേഷൻ എന്തായിരിക്കും? ഈ 1 നിന്നും 1 അല്ല, ഇവിടെ നമുക്ക് ഇവിടെ 2 ആണ്. 2 to 4 ആയിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് 1,2 to 2,4 ആണ്. എക്സിൻ്റെ വേരിയേഷൻ ആണെങ്കിൽ ഇത് നമുക്ക് എക്സിൻ്റെ വേരിയേഷനാണ്. സോ ഇത് വൈയുടെ വേരിയേഷനാണ്. ഈ എക്സിന് ഇതെല്ലാത്തിനും നമുക്ക് എക്സിൻ്റെ ടേമിൽ കൊണ്ടുവരാൻ എന്ത് ചെയ്യണം? എവിടെയൊക്കെ വൈ വരുന്നോ അവിടെയെല്ലാം 2x ഇടുകയാണെങ്കിൽ നമുക്ക് എന്താവും? കംപ്ലീറ്റ് ആയിട്ട് ടേം എക്സിലാകും. സപ്പോസ് വൈയിൽ കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യണം? എവിടെയൊക്കെ എക്സ് വരുന്നു അവിടെ എന്നിട്ടും y/2 ഇടും. നമ്മുടെ കൺവീനിയൻ എന്താണ്? ഇവിടെ നമുക്ക് റേഷണൽ നമ്പറിനെ ഒഴിവാക്കാൻ വേണ്ടി വൈന് പകരം 2x ഇടുന്നതാണ് നമ്മുടെ കൺവീനിയൻ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിന് നമുക്ക് വേരിയേഷൻ മനസ്സിലായി കാണും. സോ അതിൻ്റെ സൊല്യൂഷൻ ഓക്കെ, നമുക്ക് അറിയാം. ലെറ്റ് ഇസെറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം x+iy ആണ്. അതുപോലെ dz നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് dx + i × dy. ഇത് ഇരിക്കട്ടെ. ഓക്കെ, ഇപ്പോൾ തന്നിരിക്കുന്ന ഇൻ്റഗ്രാൻഡിനെ നമുക്ക് എന്തെടുക്കാം? ഇൻ്റഗ്രാൻഡ് എന്താണ്? ഗിവൺ y = 2x ആണ്. ഓക്കെ, ഗിവൺ y = 2x. ആ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പോകുന്ന ഇതിനെ ഞാൻ എല്ലാത്തിനും എക്സിൻ്റെ ടേമിൽ കൊണ്ടുവരികയാണ്. സോ അപ്പോൾ എന്താവും? x² dx plus iy dy. സോ അല്ലെങ്കിൽ നമ്മൾ അതിന് മുമ്പ് നമുക്ക് അവിടെ ഒരു dy ഒരു ടേം കിടക്കുന്നതുകൊണ്ട് നമുക്കിവിടെ നിന്ന് എന്തെടുക്കാം? y = 2x ആയതുകൊണ്ട് ദിസ് ഇംപ്ലൈസ് dy =
എന്ത് ചെയ്യണം, ലെഫ്റ്റ് സൈഡിന് നേരത്തെ ജസ്റ്റ് മുമ്പ് പറഞ്ഞാണ് ഈ ഡി വൈനെ നമുക്ക് എക്സിന് കൊണ്ടുവരാൻ വേണ്ടി ഡി വൈ എന്താവും, ലെഫ്റ്റ് സൈഡിന് വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1 ആവും. കൂടെ എന്ത് ചെയ്യണം, നമുക്ക് ഡി വൈ ചേർക്കണം. അതുപോലെ 2x വിത്ത് റെസ്പെക്ട് ടു എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2x ഡെറിവേറ്റീവ് 2 ആണ്. പിന്നെ അതിൻ്റെ കൂടെ എന്ത് ചേർക്കണം, ഡി എക്സ് ചേർക്കണം. അപ്പോൾ ഡി വൈ ഈക്വൽ ടു 2x ഡെറിവേറ്റീവ് 2, അതിൻ്റെ കൂടെ എന്ത് ചേർക്കണം, ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ ഇൻ്റഗ്രണ്ടിൽ എവിടെയൊക്കെ y വരുന്നു അവിടെ നമുക്ക് എന്തിടണം, 2x ഇടണം. dy വരുന്നിടത്തൊക്കെ 2 × dx. അപ്പോൾ ഇത് എന്ത് ചേഞ്ച് ആവും, ദെർഫോർ ഇൻ്റഗ്രൽ ഓവർ സി എക്സ് സ്ക്വയർ, അല്ലെങ്കിൽ നമുക്ക് അതിന് ഇൻ്റഗ്രേഷനെ മാത്രം എടുക്കാം. ദെർഫോർ എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് ഐ വൈ ഡി വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് ഐ വൈ ഡി വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ. കാര്യം നമുക്ക് ഇൻ്റഗ്രൻറ്റിനെ മൊത്തത്തിൽ എക്സിൽ കൊണ്ടുവരുന്നതുകൊണ്ട് എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് ഐ ഇൻറ്റു വൈൻ്റെ പ്ലസിൽ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 2x. പിന്നെ ഡി വൈയുടെ വാല്യൂ എന്താണ്, ഡി വൈയുടെ വാല്യൂ 2dx ആണ്. സോ 2dx. സോ ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താവും, ഈക്വൽ ടു എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് 2 × 2 4 ആണ്. സോ ഐ ഇൻറ്റു 4x dx. രണ്ടിൽ കാമായിട്ട് നമുക്ക് എന്ത് പുറത്തെടുക്കാം, എക്സ് ഡി എക്സ് പുറത്തെടുക്കാം. സോ അങ്ങനെ എക്സ് സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു 4x ഓഫ് ഡി എക്സ് എന്നായി. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ഇൻ്റഗ്രൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ആയി, എക്സിൻ്റെ ടേമിലായി. നല്ല രീതിയിൽ മനസ്സിലാക്കി. നമുക്ക് തുടക്കത്തിൽ നമുക്ക് അറിയുന്ന നോട്ടാണ് ഇതിൻ്റെ. ഇത് എഴുതിയില്ലെങ്കിലും ആവശ്യമില്ല. ഇവിടെ ഇസെറ്റ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ ആണ്. ഡി ഇസെറ്റ് ചേഞ്ച് ആവുന്നത് ഡി എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡി വൈ ആണ്. തന്നിരിക്കുന്ന കർവ് y ഈക്വൽ ടു 2x ആണ് നമ്മൾ തന്നിരിക്കുന്ന കർവ്. നമുക്ക് എന്ത് ചെയ്യണം, ആ ഇൻ്റഗ്രൻറ്റ് തന്നിരിക്കുന്ന ഗിവൺ ഇൻ്റഗ്രൻറ്റിനെ ഒന്നുകിൽ എക്സിൻ്റെ ടേമിലോ അല്ലെങ്കിൽ വൈൻ്റെ ടേമിലോ കൊണ്ടുവരണം. സോ ഞാൻ എക്സിൻ്റെ ടേമിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ എവിടെയൊക്കെ y വരുന്നു അവിടെയൊക്കെ 2x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പിന്നെ ഒരു dy കിടക്കുകയാണ്. ആ dy ൻ്റെ പ്ലേസിൽ നമുക്ക് എന്ത് ചെയ്യണം, dy ആകുമ്പോൾ ഇതിനെ വിത്ത് റെസ്പെക്ട് വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1, അതിൻ്റെ കൂടെ എന്ത് ചേർക്കണം, dy ചേർക്കണം. അങ്ങനെ dy ഈക്വൽ ടു ഇതിനെ എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2 × dx. ജസ്റ്റ് മുമ്പ് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ നോക്കിയാൽ മതി. അങ്ങനെ dy ഈക്വൽ ടു 2 × dx. ആ വാല്യൂ നമ്മൾ ഇൻ്റഗ്രൻറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ദെർഫോർ എക്സ് സ്ക്വയർ × dx പ്ലസ് ഐ വൈ dy ഈക്വൽ ടു എക്സ് സ്ക്വയർ dx പ്ലസ് ഐ ഇൻറ്റു വൈൻ്റെ പ്ലേസിൽ ഇടേണ്ട വാല്യൂ നമുക്ക് 2x ആണ്. പ്ലസ് dy ൻ്റെ പ്ലേസിൽ 2dx. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താവും, എക്സ് സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു 4x dx. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് ഐ 4x ഓഫ് dx. എല്ലാം എക്സിലായി. ഇപ്പോൾ നമുക്ക് എക്സിലായതുകൊണ്ട് എക്സിൻ്റെ വേരിയേഷൻ എന്താണെന്ന് നോക്കണം. എക്സിൻ്റെ വേരിയേഷൻ എടുക്കുമ്പോൾ എന്തായിരിക്കും, 1 മുതൽ 1 to 2 ആയിരിക്കും. ഇത് മുകളിലിരിക്കുന്നത് സപ്പോസ് എല്ലാ ടേമിനും വൈയിൽ കൊണ്ടുവരാണെങ്കിൽ വൈയുടെ വേരിയേഷൻ 2 to 4 ആയിരിക്കും. നമുക്ക് എല്ലാം എക്സിൽ കൊണ്ടുവന്നതുകൊണ്ട് ക്ലിയർലി x varies from 1 to 2 ആണ്. 1 to 2 എക്സിൻ്റെ വേരിയേഷൻ നമുക്ക് 1 to 2 ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിൽ വരാം. നമ്മുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻ്റഗ്രൽ ഓവർ സി എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് ഐ വൈ ഡി വൈ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, അതിൻ്റെ വാല്യൂ എക്സ് സ്ക്വയർ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു 4x ഓഫ് ഡി എക്സ്. എക്സിൻ്റെ വേരിയേഷൻ നമുക്കറിയാം 1 to 2 ആണ്. ഓക്കെ, ഇതിലുള്ള കാര്യം ക്ലിയറാണ്. നോക്കി, എക്സിലായതുകൊണ്ട് അവസാനം ഈ നമ്മൾ സിൻ്റെ പ്ലേസിൽ എക്സിൻ്റെ എല്ലാം എക്സിലായതുകൊണ്ട് എക്സിൻ്റെ വേരിയേഷൻ ഈ 1 to 2 ആണ് ആ വാല്യൂ ഇട്ട്. പിന്നെ ഇൻ്റഗ്രേഷൻ നമുക്ക് വളരെ ക്ലിയറായിട്ട് അറിയുന്ന ഇൻ്റഗ്രേഷനാണ് എക്സ് റൈസ് ടു എന്നിൻ്റെ ഇൻ്റഗ്രേഷൻ എക്സ് റൈസ് ടു n+1/n+1 ആണ്. എക്സ് സ്ക്വയർ ആകുമ്പോൾ എന്തായിരിക്കും, x³ ആണ്. എക്സ് ആകുമ്പോൾ എന്തായിരിക്കും, x²/2 ആണ്. ഒരു കോൺസ്റ്റൻറ്റ് ടേം എയുടെ ഇൻ്റഗ്രേഷൻ, ഒരു കോൺസ്റ്റൻറ്റ് ടേമിൻ്റെ ഇൻ്റഗ്രേഷൻ, അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, നമുക്കിത് വളരെ സിമ്പിൾ ഇൻ്റഗ്രേഷനാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഫസ്റ്റ് ടേം വരുന്നത് x² ആണ്. x² ഇൻ്റഗ്രേഷൻ നമുക്കറിയാം, വളരെ ക്ലിയർ ആണ്. x³ പ്ലസ് ഐ ഇൻറ്റു 4 കോൺസ്റ്റൻ്റ് ആണ്, i × 4. എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ നമുക്കറിയാം x²/2 അതിൻ്റെ ലിമിറ്റ് 1 to 2 ആണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. സിംപ്ലിഫൈ ചെയ്തിട്ട് ലിമിറ്റ് ഇടുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു x³ 3 പ്ലസ് ഐ ഇൻറ്റു
2x square limit 1 to 2. ഈ 2 4 ക്യാൻസൽ ആകുമ്പോൾ ഇവിടെ 2x സ്ക്വയർ ലിമിറ്റ് 1 to 2. ഇപ്പോൾ അപ്പർ ലിമിറ്റ് എന്ത് ചെയ്യണം? എവിടെയൊക്കെ എക്സ് വരുന്നു അവിടെയൊക്കെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമ്മൾ അപ്പർ ലിമിറ്റ് ഇവിടെ 2 ആകുമ്പോൾ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താവും? 2 ക്യൂബ് ബൈ 3. 2 ക്യൂബ് ബൈ 3 ആകുമ്പോൾ അതിൻ്റെ വാല്യൂ 8 ആണ്. അപ്പോൾ 8/3 പ്ലസ് I ഇൻറ്റു 2 ഇൻറ്റു 2 സ്ക്വയർ. 2 സ്ക്വയറിൻ്റെ വാല്യൂ 4 ആണ്. ഇപ്പോൾ 2 ഇൻറ്റു 4 ആകുമ്പോൾ എന്തായിരിക്കും? 8 ആവും. ക്ലിയറാണ്, മനസ്സിലായി. എക്സിൻ്റെ പ്ലേസിൽ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ. ഇവിടെ എന്താവും? 2 ക്യൂബ്. 2 ക്യൂബിൻ്റെ വാല്യൂ 8 ആണ്. 8/3 പ്ലസ് I ഇൻറ്റു 2 ഇൻറ്റു 2 സ്ക്വയർ. 2 സ്ക്വയറിൻ്റെ വാല്യൂ 4. 4 ഇൻറ്റു 2 എന്താവും? 8 ആവും. സോ അപ്പോൾ എന്താവും? I ഇൻറ്റു 8. ഇത് നമുക്ക് അപ്പർ ലിമിറ്റാണ്. മൈനസ് ലോവർ ലിമിറ്റ് എക്സ് വരുന്ന പ്ലേസിലൊക്കെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ഇവിടെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 ക്യൂബ്. 1 ക്യൂബിൻ്റെ വാല്യൂ 1ൻ്റെ പവർ ഏതായാലും അതിൻ്റെ വാല്യൂ 1 തന്നെയാണ്. സോ 1/3 മൈനസ് I ഇൻറ്റു, സോ മൈനസ് അല്ല, ഇവിടെ കിടക്കുന്ന പ്ലസ് ആണ്, പ്ലസ് I ഇൻറ്റു 2 ഇൻറ്റു 1 സ്ക്വയർ. 1 സ്ക്വയറിൻ്റെ വാല്യൂ 1 ആണ്. അങ്ങനെ എന്താവും? I ഇൻറ്റു 2. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാവും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ റിയൽ പാർട്ട് കളക്ട് ചെയ്യണം. അപ്പോൾ എന്താ വരും? 8/3 മൈനസ് 1/3. ഇത് റിയൽ പാർട്ടാണ്. പ്ലസ് I ഇൻറ്റു ഇമേജിനറി പാർട്ട്. ഇമേജിനറി പാർട്ട് ഇവിടെ എന്താണ്? ഇവിടെ വരുന്നത് 8ഉം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താവും? ഇവിടെ -2 ആണ്. ഒന്നുകൂടെ ക്ലിയർ ആണെന്ന് നോക്ക്. റിയൽ പാർട്ടാകുമ്പോൾ I ഇല്ലാത്ത ടേമൊക്കെ നമുക്ക് ഒരുമിച്ച് കളക്ട് ചെയ്യുകയാണ്. ഇവിടെ 8/3, ഇവിടെ 1/3 ആണ്. ഇവിടെ മൈനസ് കൂടെ ഉണ്ട്. സോ അങ്ങനെ 8/3 മൈനസ് 1/3 ഇൻറ്റു I ഇൻറ്റു ഈ I ഇൻറ്റു 8 ഈ മൈനസ് ഈ 2 ആണ്. സോ അപ്പോൾ ലാസ്റ്റ് ആൻസർ 8/3 മൈനസ് 1/3 ആകുമ്പോൾ ഡിനോമിനേറ്റർ നമ്മൾ സെയിം ആയതുകൊണ്ട് നമുക്ക് എന്താവും? 7/3 എന്നാവും. സോ ഈക്വൽ ടു 7/3. റിയൽ പാർട്ട് 7/3. പിന്നെ 8 മൈനസ് 2യുടെ വാല്യൂ നമുക്ക് 6 ആണ്. പ്ലസ് I ഇൻറ്റു 6. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് 7/3 പ്ലസ് I ഇൻറ്റു 6 അല്ലെങ്കിൽ 6I എന്ത് വേണമെങ്കിൽ കിട്ടും. ഓക്കെ, ക്ലിയർ ആണെന്ന് തോന്നുന്നു. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആയിട്ട് ഒരു വശം നോക്കുക. ഏതെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കാം. ഓക്കെ, ഏതെങ്കിലും ഞാൻ ചെയ്യുന്നതിൽ ഏതെങ്കിലും ചെറിയ കെയർലെസ് ആയിട്ട് ഏതെങ്കിലും മിസ്റ്റേക്കുകൾ വരികയാണെങ്കിൽ അത് നിങ്ങൾ എന്നെ അറിയിച്ചാൽ മതി. കാര്യം ഞാൻ സ്റ്റുഡൻസുകൾ ആരുമില്ല, ഇല്ലാതെയാണ് പഠിപ്പിക്കുന്നത്. ചെയ്യുമ്പോൾ എന്നെ അറിയാതെ തന്നെ കെയർലെസ് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ നോക്കുക. നിങ്ങൾ ഒരു പ്രാവശ്യം ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് y-ൻ്റെ വാല്യൂ തന്നിരിക്കുന്നത് 2x ആണ്. തന്നിരിക്കുന്ന ഇൻ്റഗ്രൻറ്റിൽ y-ന് പകരം നമുക്ക് 2x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് dy ചേഞ്ച് ആകുന്നത് 2 ഇൻറ്റു dx ആണ്. ആ വാല്യൂ വിട്ട് സോ ഇത് x² dx പ്ലസ് I ഇൻറ്റു 4x dx ശരിയാണ്. പിന്നെ x² പ്ലസ് I ഇൻറ്റു 4x ആ dx ശരിയാണ്. എക്സിൻ്റെ വേരിയേഷൻ 1 to 2 ശരിയാണ്. നമുക്ക് എടുത്ത് 1 to 2 ഇട്ട് പിന്നെ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പിന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x³ പ്ലസ് I ഇൻ 4 കോൺസ്റ്റൻ്റ് ആണ്. എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ x²/2 ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 2x² എന്നാവും. പിന്നെ അപ്പർ ലിമിറ്റ് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ 8/3 പ്ലസ് I ഇൻറ്റു 2 ഇൻറ്റു 2 സ്ക്വയർ. 2 സ്ക്വയർ ആകുമ്പോൾ 4 ആണ്. സോ I8 മൈനസ് ലോവർ ലിമിറ്റ് എക്സിന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/3 പ്ലസ് I ഇൻറ്റു 2 ഇൻറ്റു 1 ദറ്റ് ഈസ് I2. പിന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് റിയൽ പാർട്ട് കളക്ട് ചെയ്യുമ്പോൾ 8/3 മൈനസ് 1/3 പ്ലസ് I ഇൻറ്റു ഇവിടെ ഇമേജിനറി പാർട്ട് 8 മൈനസ് ഇവിടെ 2 I കോമണായിട്ട് എടുത്തിട്ടുണ്ട്. സോ ഇപ്പോൾ 8 മൈനസ് 1ൻ്റെ വാല്യൂ 7, 7/3 പ്ലസ് I6 ആണ്. ഓക്കെ, സോ വളരെ ക്ലിയർ ആയിട്ട് നോക്കുക. തന്നിരിക്കുന്ന അകത്തിരിക്കുന്ന ടേമിനെ ഒന്നുകിൽ എക്സിനോ y-ൻ്റെ ടേമിലോ കൊണ്ടുവരണം. ഇതിനെ യൂസ് ചെയ്ത് തന്നിരിക്കുന്ന ഗിവൺ ആ കർവിനെ യൂസ് ചെയ്ത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Second question. Evaluate integral over C z bar dz. Z bar dz where C is a parabola. C is a parabola. Y equal to C is a parabola. Y equal to 3x square from 0,0 to 1,3. Okay, so നമുക്ക് ഇൻ്റഗ്രൽ ഓവർ സി ഇസഡ് ബാർ ഡി ഇസഡിൻ്റെ വാല്യൂ കാണണം.
നമുക്ക് തന്നിരിക്കുന്ന ആ കർവ് എന്താണ്, അതായത് എക്സിലോ അല്ലെങ്കിൽ വൈൻ്റെ ടേമിലോ കൊണ്ടുവരാൻ വേണ്ടി തന്നിരിക്കുന്ന കർവ് y ഈക്വൽ ടു 3x². സോ അതിൻ്റെ വേരിയേഷൻ എവിടെ നിന്നാണ്? 0, 0 മുതൽ 1 to 3 ആണ്. ഓക്കെ, നമുക്ക് ഈ പ്രോബ്ലത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ തന്നിരിക്കുന്ന ഇസഡ് ബാർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇസഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം x+iy ആണ്. അപ്പോൾ ഇസഡ് ബാർ എന്താവും? x-iy ആയിട്ട് മാറും. ആ ടേമിനെ ഒന്നുകിൽ എക്സിൽ കൊണ്ടുവരണം, വൈയിൽ കൊണ്ടുവരണം. എക്സിൽ കൊണ്ടുവരികയാണെങ്കിൽ വൈൻ്റെ പ്ലേസിലൊക്കെ 3x² ഇട്ടാൽ മതി. സപ്പോസ് വൈയിൽ കൊണ്ടുവരികയാണെങ്കിൽ ഈ 3നെ ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ y/3 എന്നാവും. പിന്നെ എക്സിൻ്റെ വില എടുക്കുമ്പോൾ നിനക്ക് എന്താവും? √y/3 എന്നാവും. അത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ പ്രോബ്ലത്തിൽ കംപ്ലീറ്റ് ആയിട്ട് എക്സിൻ്റെ ടേമിൽ കൊണ്ടുവരികയാണ്. ഓക്കെ, പ്രോബ്ലം ചെയ്യുന്ന കാര്യങ്ങൾ ക്ലിയറാന്ന് നോക്ക്. സോ അതിൻ്റെ സൊല്യൂഷൻ നമുക്കറിയാം. ലെറ്റ് ഇസഡ് ഈക്വൽ ടു x+iy, പിന്നെ ഇസഡ് ബാർ ഈക്വൽ ടു തന്നിരിക്കുന്ന ഇൻ്റഗ്രൻ്റ് ഇസഡ് ബാർ ആയതുകൊണ്ട് ഇസഡ് ബാർ ഈക്വൽ ടു x-iy. ഓക്കെ, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നടാ മക്കളെ, തന്നിരിക്കുന്ന കർവിനെയൊക്കെയെല്ലാം നമുക്ക് ഇൻ ടേം ഓഫ് എക്സിൽ കൊണ്ടുവരുന്നത് കൊണ്ട് നമുക്ക് y വരുന്ന പ്ലേസിൽ നമുക്ക് എന്ത് ചെയ്യാം? 3x² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ അപ്പോൾ ഇസഡ് ബാർ ഈക്വൽ ടു ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പോകുന്ന ആ ഇസഡ് ബാർ ഈക്വൽ ടു x-i ഇൻറ്റു 3x². സോ നമുക്ക് ഇൻ്റഗ്രൻ്റ് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എന്തായിട്ട് മാറി? ഇൻ ടേം ഓഫ് ഇസഡിലായി. പിന്നെ ഡി ഇസഡ് ഇസ് ഈക്വൽ ടു ഇസഡ് ഈക്വൽ ടു x+i ആകുമ്പോൾ ഡി ഇസഡിൻ്റെ വില എന്താണ്? dx+i ഇൻറ്റു dy ആണ്. ഓക്കെ, dx ഉണ്ട്. പിന്നെ നമ്മൾ ഈ dy-നെ നമുക്ക് എവിടെ കൊണ്ടുവരണം? എക്സിൽ കൊണ്ടുവരണം. അതിനുവേണ്ടി നമുക്ക് ഗിവൺ കർവ് യൂസ് ചെയ്യാണ്. സോ ഗിവൺ y ഈക്വൽ ടു 3x² ആണ്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം? നമുക്ക് ഇതിനെ വിത്ത് റെസ്പെക്റ്റ് വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് dy ചേർക്കണം. ഇതിനെന്ത് ചെയ്യണം? വിത്ത് റെസ്പെക്റ്റ് എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് dx ചേർക്കണം. ഇതിനെ വിത്ത് റെസ്പെക്റ്റ് വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1 ആണ്. കൂടെ നമുക്ക് dy ചേർക്കുമ്പോൾ dy ഈക്വൽ ടു ഇവിടെ എന്തായിരിക്കും? വിത്ത് റെസ്പെക്റ്റ് എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ x² ഡെറിവേറ്റീവ് 2x ആണ്. അപ്പോൾ 6x ഇൻറ്റു dx. അപ്പോൾ dy-യുടെ പ്ലേസിൽ നമുക്ക് എന്തെടുക്കാം? 6x dx എടുക്കാം. അങ്ങനെ നമുക്ക് dz എങ്ങനെ ചേഞ്ച് ആവും? ദെർഫോർ അവർ dz ഇസ് ഈക്വൽ ടു dx+i ഇൻറ്റു 6x dx. രണ്ടിലും കോമൺ ആയിട്ട് നമുക്ക് എന്ത് പുറത്തെടുക്കാം? നമുക്ക് dx പുറത്തെടുക്കാം. അപ്പോൾ നമുക്ക് എന്തായിരിക്കും അതിൻ്റെ വാല്യൂ? ഈക്വൽ ടു 1+i 6x ഓഫ് dx. സോ നമുക്ക് ക്ലിയറാണ്, ചെയ്തതൊക്കെ ക്ലിയറാണെന്ന് നോക്കാം. ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ എക്സ് തന്നെ കീപ്പ് ചെയ്ത് വൈൻ്റെ പ്ലേസിൽ നമുക്ക് ഇസഡ് ബാർ ആയതുകൊണ്ട് ഇസഡ് ബാർ ആയതുകൊണ്ട് x-iy ആണ്. വൈൻ്റെ പ്ലേസിൽ നമുക്ക് ഇടേണ്ടത് എക്സിൽ കൊണ്ടുവരുന്നതുകൊണ്ട് 3x² ആണ്. ഡി ഇസഡിൻ്റെ വില dx+i ഇൻറ്റു dy. dx അങ്ങനെ തന്നെ നമുക്ക് ഇൻ ടേം ഓഫ് എക്സിലാണ് കൊണ്ടുവരുന്നതുകൊണ്ട് dy ചേഞ്ച് ചെയ്യാൻ വേണ്ടി വൈൻ്റെ വാല്യൂ 3x² ആയതുകൊണ്ട് dy-യുടെ വാല്യൂ 6x dx ആണ്. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ dx+i ഇൻറ്റു 6x dx. അവിടെ നിന്ന് dx കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ഇപ്പോൾ എക്സിൽ കൊണ്ടുവരുന്നതുകൊണ്ട് എക്സിൻ്റെ വേരിയേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ്. എക്സിൻ്റെ വേരിയേഷൻ ഇതാണ്. സപ്പോസ് വൈയിൽ കൊണ്ടുവരികയാണെങ്കിൽ വൈൻ്റെ വേരിയേഷൻ ഇതാണ്. ഇത് എക്സിൻ്റെ വേരിയേഷനും ഇത് വൈൻ്റെ വേരിയേഷൻ. ആ എക്സിൽ കൊണ്ടുവരുന്നതുകൊണ്ട് ക്ലിയർലി എക്സ് വേരീസ് ഫ്രം 0 to 1. എക്സിൻ്റെ വേരിയേഷൻ 0 to 1 ആണ്. എല്ലാം ക്ലിയറായി. നമ്മുടെ പ്രോബ്ലത്തിൽ പോവാം. Therefore, integral over C z bar dz is equal to integral z ബാറിൻ്റെ വില എന്ത് കിട്ടിയപ്പോൾ x minus i into 3x². പിന്നെ അങ്ങനെ z ബാറിൻ്റെ വില എഴുതി x-i into 3x². പിന്നെ ഡി ഇസഡിൻ്റെ വാല്യൂ 1+i 6x ഇൻറ്റു dx. സോ അപ്പോൾ എന്തായിരിക്കും? 1+i 6x dx. 1+i 6x dx. ഓക്കെ, എക്സിൻ്റെ വേരിയേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട് 0 to 1 ആണ്. സോ അപ്പോൾ ഇവിടെ ഇടേണ്ടത് 0 to 1. എല്ലാം എക്സിൻ്റെ ടേം ആയതുകൊണ്ട് അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്ത് ചെയ്യണം? ഈ ടേമിനെ കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്തിട്ട് വിത്ത് റെസ്പെക്റ്റ് എക്സിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുന്ന കാര്യം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. സോ ഇൻറ്റഗ്രൽ 0 to 1. ഫസ്റ്റ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x ഇൻറ്റു 1 x +i ഇൻറ്റു 6x² എന്നാവും.
പിന്നെ മൈനസ് ഐ 3x² കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. സോ മൈനസ് ഐ ഇൻറ്റു 3x². ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പിന്നെ എന്താണ് മൈനസ് I² ഇൻറ്റു 18x³ ഓക്കെ. വളരെ ക്ലിയർ ആണ്. ഒന്നുകൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഡി എക്സ് എന്താണ് നമുക്ക് ഫസ്റ്റ് നമ്മൾ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് പ്ലസ് ഐ ഇൻറ്റു 6x². ഓക്കെ, പിന്നെ സെക്കൻഡ് ടേം എക്സ് ഇൻറ്റു എക്സ് എന്താവും x² എന്നാവും. സെക്കൻഡ് ടേം ഒന്നായതുകൊണ്ട് മൈനസ് ഐ 3x² ശരിയാണ്. പിന്നെ മൈനസ് I² ഇൻറ്റു 3 ഇൻറ്റു 3 18 x² ഇൻറ്റു x³ ഓക്കെ. സോ അത്രയും ക്ലിയർ ആണ്. ഇപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഐൻ്റെ വാല്യൂ √(-1) ആണ്. ഐൻ്റെ വാല്യൂ √(-1) ആകുമ്പോൾ I² വാല്യൂ എന്തായിരിക്കും -1 ആയിരിക്കും. നമുക്ക് ആ ഡെഫിനിഷൻ കോംപ്ലക്സ് നമ്പറിൻ്റെ ഡെഫിനിഷൻ തന്നെ തന്നായിരുന്നു. I = √(-1) ഓർ I² = -1. ഇവിടെ I² നമുക്ക് -1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ലാസ്റ്റ് കിട്ടുന്ന വാല്യൂ എന്താണ്? ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to 1 x പ്ലസ് I ഇൻറ്റു 6x² പിന്നെ മൈനസ് ഐ ഇൻറ്റു 3x² പ്ലസ് I² വാല്യൂ മൈനസ് ആയതുകൊണ്ട് പ്ലസ് 18x³ ഇൻറ്റു ഡി എക്സ്. എങ്ങനെയെന്ന് മനസ്സിലായി കാണും. I² വാല്യൂ -1 ആണ്. മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആണ്. സോ അങ്ങനെ 18x³ എന്നാവും. പിന്നെ ഇപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ ഇൻറ്റഗ്രേഷൻ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് റിയൽ പാർട്ടിനെ ഒരുമിച്ചും ഇമേജിനെ പാർട്ടിനെ ഒരുമിച്ചെടുത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യാം. ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് അവസാനം നമുക്ക് വേണമെങ്കിൽ റിയൽ പാർട്ടും ഇമേജിനെ പാർട്ടും നമുക്ക് കളക്ട് ചെയ്യാം. ഓക്കെ. സോ അപ്പോൾ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ഫസ്റ്റ് എക്സിൻ്റെ ഇൻറ്റഗ്രേഷൻ നമുക്ക് വളരെ ക്ലിയർ ആണ്. x²/2 പിന്നെ പ്ലസ് ഐ ഇൻറ്റു 6 ഇൻറ്റു x² ഇൻറ്റഗ്രേഷൻ എന്താണ് x³/3 പിന്നെ മൈനസ് ഐ ഇൻറ്റു 3 ഇൻറ്റു x² ഇൻറ്റഗ്രേഷൻ എന്താണ്. സോ ഇവിടെ നമുക്ക് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാമായിരുന്നല്ലോ. നമുക്ക് ഒരു ലൈൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറ്റും. നമുക്ക് എന്താവും ഇവിടെ ഐ ഇൻറ്റു 6x², ഐ ഇൻറ്റു 3x² ആകുമ്പോൾ രണ്ടും സെയിം ടേമാണ്. എന്താവും ആ ഒരു ടേം കൂടെ എഴുതാം. നമുക്ക് സിംപ്ലിഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ എന്താവും ഇൻറ്റഗ്രൽ 0 to 1 x പ്ലസ് ഐ ഇൻറ്റു 6x² മൈനസ് ഐ ഇൻറ്റു 3x² ആകുമ്പോൾ പ്ലസ് എന്താവും ഐ ഇൻറ്റു 3x². 6x² നിന്നും 6 ഇൻറ്റു IX² നിന്നും 3 ഇൻറ്റു IX² പോകുമ്പോൾ ഐ ഇൻറ്റു 3x² പ്ലസ് 18x³ ഓക്കെ. സിംപ്ലിഫൈ ചെയ്യുന്ന രീതി കിട്ടുകയാണെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുക ഇൻറ്റു ഡി എക്സ്. ഇതിന് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ടേം കിട്ടുന്നത് x²/2 പിന്നെ പ്ലസ് ഐ ഇൻറ്റു 3 ഇൻറ്റു x² ഇൻറ്റഗ്രേഷൻ എന്താ x³/3 പ്ലസ് 18 ഇൻറ്റു x³ ഇൻറ്റഗ്രേഷൻ എന്താണ് x⁻⁴/4 ആണ്. നമുക്കറിയുന്ന കാര്യമാണ് 0 to 1 ഓക്കെ. x⁻n ഇൻറ്റഗ്രേഷൻ x⁻n+1/n+1 ആണ്. നമുക്കത് അറിയുന്ന കാര്യമാണ്. ഈ പാർത്തൽ നമുക്ക് ഒരു പ്രാവശ്യം സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സിംപ്ലിഫൈ ചെയ്തോ. ഇപ്പോൾ ഇത്രയിൽ നിന്നും ഒരു സ്റ്റിൽ ചെയ്ത് ക്ലിയർ ആയിട്ട് നോട്ട് എടുക്കും മക്കളെ. ഓരോ പ്രോബ്ലത്തിലും നോട്ട് എടുക്കുന്ന വളരെ പ്രധാനമാണ്. ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നോട്ട് എടുക്കുക. ഞാൻ ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യുന്ന കാര്യത്തിൽ Z⁻ ശരിയാണ്. y-ന് പകരം 3x² ഇട്ട് dy 3x² ആകുമ്പോൾ 6 ശരിയാണ്. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇത് എഴുതി. പിന്നെ രണ്ടേ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സും പിന്നെ ഐ ഇൻറ്റു 6x² പിന്നെ മൈനസ് ഐ ഇൻറ്റു 3x² മൈനസ് I² ഇൻറ്റു 18x³. സോ ദറ്റ് ഈസ് എക്സ് ഇൻറ്റു ഐ ഇൻറ്റു 6x² മൈനസ് ഐ ഇൻറ്റു 3x². I² വാല്യൂ -1 ആയതുകൊണ്ട് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 18x³ ഇൻറ്റു ഡി എക്സ്. അങ്ങനെ എക്സ് പ്ലസ് ഐ ഇൻറ്റു 6x² മൈനസ് ഐ ഇൻറ്റു 3x² നിന്നും നമുക്ക് രണ്ടേ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഐ ഇൻറ്റു 3x² പ്ലസ് 18x³ ഡി എക്സ് ആണ്. പിന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x²/4 പ്ലസ് ഐ ഇൻറ്റു 3x³/3 പ്ലസ് 18x⁴/4 ശരിയാണ്. ഓക്കെ. ഇപ്പോൾ ഒരു പ്രാവശ്യം സ്റ്റിൽ ചെയ്തിട്ട് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് എടുക്കുന്നത് നല്ലതാണ്. ഓക്കെ. ഇപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഒരു ലൈൻ സിംപ്ലിഫൈ ചെയ്യാൻ വേണമെങ്കിൽ ചെയ്യുക. എന്താവും ഫസ്റ്റ് ടേം സിംപ്ലിഫൈ ചെയ്യാൻ ഒന്നുമില്ല. ദറ്റ് ഈസ് x²/2. സെക്കൻഡ് ടേം 3 ക്യാൻസൽ ആവും. പ്ലസ് എന്താവും ഐ ഇൻറ്റു x³/3 പിന്നെ അവിടെ നമുക്ക് വേണമെങ്കിൽ 2 കോമൺ ആയിട്ട് എടുക്കാം. സോ അങ്ങനെ 9x⁴/2
ലിമിറ്റ് 0 to 1. സോ ഓക്കെ എക്സ് സ്ക്വയർ ബൈ 2 3 കട്ടാകുമ്പോൾ ഐ എക്സ് ക്യൂബ് ബൈ അത് കണ്ട മിസ്റ്റേക്ക് കണ്ട ഐ 3 കട്ടാകുമ്പോൾ ഐ എക്സ് ക്യൂബ് മാത്രമേ വരുള്ളൂ. സോ ഐ എക്സ് ക്യൂബ് പ്ലസ് 18ൽ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 9ഉം അവിടെ 2ഉമാണ്. ഒന്ന് കെയർഫുള്ളായിട്ട് ചെയ്യുക കേട്ടോ. സോ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അപ്പർ ലിമിറ്റ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്തായിരിക്കും, ഫസ്റ്റ് വലിയ എക്സിൻ്റെ പ്ലേസിൽ 1 ഇടുമ്പോൾ 1/2 പ്ലസ് ഐ പ്ലസ് 9 ഇൻറ്റു 1/4. 1/4 ആകുമ്പോൾ ഇനി നമ്പർ പവർ 1ൻ്റെ പവർ ഏതായാലും അതിന് വലിയ 1 തന്നെയാണ്. സോ 9/2 ഇത്രയും അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആകുമ്പോൾ എക്സിൻ്റെ പ്ലേസിലൊക്കെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താകും, ഈ ടേം 0 ആണ്, പിന്നെ ഈ ടേമും 0 ആണ്, അടുത്ത ടേമും 0 ആണ്. എല്ലാ ടേമിലും എക്സ് ഉള്ളതുകൊണ്ട് എക്സിന് പകരം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 പ്ലസ് 0 ആണ്. ഓക്കെ, അപ്പോൾ ലാസ്റ്റിൽ കിട്ടുന്ന ഇതിനൊക്കെ 1/2നെ 9/2നെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10/2 പ്ലസ് ഐ ആണ്. 10/2നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ വാല്യൂ 5 ആണ്. സോ അങ്ങനെ 5 പ്ലസ് ഐ ആണ് ആ ഇൻ്റഗ്രേഷൻ്റെ ആൻസർ. ഓക്കെ, ഏതെങ്കിലും കെയർലെസ് മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നോക്കുക. സോ തന്നിരിക്കുന്ന ഇതുവരെ 3 കട്ടായി, അത് ക്ലിയറാണ്. അപ്പർ ലിമിറ്റ് 1 ഇടുമ്പോൾ 1/2 പ്ലസ് ഐ ഇൻറ്റു 1 ഐ പ്ലസ് 9 ഇൻറ്റു 1/4. 1/4 ആകുമ്പോൾ നമുക്ക് 9/2 വരും. മൈനസ് ലോവർ ലിമിറ്റ് ആകുമ്പോൾ എല്ലാം 0 ആയിപ്പോൾ 1/2 9/2 നമുക്ക് ആഡ് ചെയ്യുമ്പോൾ റിയൽ പാർട്ട് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് 1 പ്ലസ് 9 10/2 പ്ലസ് ഐ 10/2യുടെ വാല്യൂ 5. അങ്ങനെ 5 പ്ലസ് ഐ എന്ന് കിട്ടി. ഓക്കെ, ഇത് തന്നിരിക്കുന്ന ഈ പ്രോബ്ലത്തിലെ ഡിഫറൻറ്റും കഴിഞ്ഞ പ്രോബ്ലത്തിലെ ഡിഫറൻറ്റും മനസ്സിലാക്കി. ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 പ്ലസ് 3 പ്ലസ് 3i 0 3 പ്ലസ് 3i എന്ത് വേണമെങ്കിൽ എടുക്കാം. എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ I into dz along the line from 0 to 3 plus 3i. Okay. സോ ഈ പ്രോബ്ലത്തിൻ്റെ ഡിഫറൻറ്റ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇവിടെ നമുക്ക് ലൈൻ തന്നിട്ടില്ല. അലോങ് ദ ലൈൻ എന്താണ് 0 to 3 plus 3a ആണ്. കോംപ്ലക്സ് നമ്പറിൽ 0ന് നമുക്ക് എങ്ങനെ കോംപ്ലക്സ് നമ്പറിൻ്റെ ഫോമിൽ കൊണ്ടുവരാം, 0 പ്ലസ് 0i എന്നെടുക്കാം. അതിന് ആർഡേഡ് പേരിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് എങ്ങനെ എടുക്കും, റിയൽ പാർട്ടിൽ 0 ഇമേജിനറി പാർട്ടിൽ എടുക്കും. ഒരു a പ്ലസ് ib എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പറിന് ഒരു പേരിൽ കൊണ്ടുവരാൻ നമുക്ക് എന്തെടുക്കും, a, b എന്നെടുക്കും. അപ്പോൾ ഈ 0നെ നമ്മൾ കോംപ്ലക്സ് നമ്പറിൻ്റെ ഫോമിൽ കൊണ്ടുവരാണെങ്കിൽ 0,0 എന്ന് എടുക്കാം. അതുപോലെ 3 പ്ലസ് 3iനെ നമുക്ക് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ഫോമിൽ കൊണ്ടുവരാണെങ്കിൽ 3,3 എന്നെടുക്കാം. സോ അത് ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന പ്രോബ്ലം നമുക്ക് എന്താണ് നമ്മൾ ചെയ്ത് നോക്കാം. സോ അതിൻ്റെ സൊല്യൂഷൻ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്ട്രൈറ്റ് ലൈൻ ഒന്നും തന്നിട്ടില്ല. കാര്യം എക്സിലോ വൈയിലോ ടേമിലോ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു ലൈൻ തന്നിട്ടില്ല. ലൈൻ നമുക്ക് തന്നെ ഫോം ചെയ്യണം. സോ ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ, ദ ഇക്വേഷൻ ഓഫ് ദ സ്ട്രൈറ്റ് ലൈൻ ഓഫ് ദി സ്ട്രൈറ്റ് ലൈൻ ഫ്രം ഫസ്റ്റ് പോയിൻറ്റ് 0 എന്ന് പറയുമ്പോൾ ആർഡേഡ് പേരിൽ കൊണ്ടുവരുമ്പോൾ 0,0 to 3,3 ഈസ് അതിൻ്റെ ഫോർമുല നമുക്കറിയാം, y minus y1 by y2 minus y1 equal to x minus x1 by x2 minus x1. ഇത് അതിൻ്റെ ഫോർമുല ആണ്. ഓക്കെ, നമുക്ക് ആ ഫോർമുലയിൽ ഈ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും, ഫസ്റ്റിലെ y മൈനസ് y1ൻ്റെ വാല്യൂ ഇവിടുത്തെ ഇത് x1 y1, ഇത് x2 y2 ആണ്. y1ൻ്റെ വാല്യൂ 0 ബൈ y2 ആകുമ്പോൾ അതിൻ്റെ വാല്യൂ 3 ആണ്. 3 മൈനസ് y1ൻ്റെ വാല്യൂ 0. സോ y2യുടെ വാല്യൂ 3 ആണ്. 3 മൈനസ് 0 ഈക്വൽ ടു എക്സ് മൈനസ് x1ൻ്റെ വാല്യൂ ഈ 3 ആണ്. x1ൻ്റെ വാല്യൂ ഈ 0 ആണ് ഫസ്റ്റിൽ വരുന്ന പോയിൻറ്റ്.
അപ്പോൾ എക്സ് മൈനസ് 0 ബൈ x2 മൈനസ് x1. x2 എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ, ഇതാണ് x2 എന്ന് പറയുമ്പോൾ ഈ ടേമാണ് x2. സോ x2 ആകുമ്പോൾ 3 മൈനസ് 0. ഒന്നുകൂടെ നോക്ക്, നമുക്ക് ഇക്വേഷൻ ഓഫ് ദ സ്ട്രേറ്റ് ലൈൻ ഫ്രം 0,0 to 3,3 ആകുമ്പോൾ 2 പോയിൻറ്റ്സ് വരുമ്പോൾ നമുക്കിവിടെ ലൈൻ തന്നിട്ടില്ല, ലൈൻ നമുക്ക് ഫോം ചെയ്യുകയാണ്. എവിടെ നിന്നും 0 to 3 + 3i. 0നെ നമുക്ക് ഒരു കോംപ്ലക്സ് നമ്പറുടെ ഫോമിൽ കൊണ്ടുപോകണമെങ്കിൽ 0 + 0 എന്നെടുക്കാം. അതിനെ പേരിൽ കൊണ്ടുവരുമ്പോൾ 0,0. 3 + 3 എന്ന് നമുക്ക് ഒരു പേരിൽ കൊണ്ടുവരുവാണെങ്കിൽ ആരുടെ പേരിൽ കൊണ്ടുവരുമ്പോൾ 3,3. സോ ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക് ഒരു ലൈൻ്റെ ഇക്വേഷൻ ഫോമിലാണ് y - y1 ബൈ y2 - y1 ഈക്വൽ ടു x - x1 ബൈ x2 - x1. ഇത് x1ഉം y1ഉം ഇത് x2ഉം y2ഉം. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y - y1 0 ഡിവൈഡഡ് ബൈ y2 - y1 3 - 0 ഈക്വൽ ടു x - x1 0 ബൈ x2 - x1 0. ഓക്കെ, അപ്പോൾ എന്താ നിനക്ക് കിട്ടും, ദാറ്റ് ഈസ് y/3 ഈക്വൽ ടു x/3. സോ ദിസ് ഇംപ്ലൈസ് എന്ത് കർവ് കിട്ടുന്നു, y ഈക്വൽ ടു x എന്ന് കിട്ടുന്നു. അപ്പോൾ ഈ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ നമുക്കാണ് ഈ സ്ട്രൈറ്റ് ലൈൻ ഫോം ചെയ്തത്. എന്ത് സ്ട്രൈറ്റ് ലൈൻ ഫോം ചെയ്ത്, y ഈക്വൽ ടു x ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ എല്ലാത്തിനെയും ഒന്നെങ്കിൽ എക്സിൻ്റെ ടേമിൽ കൊണ്ടുവരികയാണെങ്കിൽ y വരുന്ന പ്ലേസിലെല്ലാം x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാ ടേമിനെയും നമുക്ക് എക്സിൽ കൊണ്ടുവരാണെങ്കിൽ എല്ലാ ടേമിനെയും എക്സിൽ കൊണ്ടുവരാണെങ്കിൽ y വരുന്ന പ്ലേസിലെല്ലാം നമുക്ക് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സപ്പോസ് എല്ലാ ടേമിനും ഞാൻ വൈയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എക്സ് വരുന്ന പ്ലേസിലൊക്കെ y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് നിൻ്റെ ഇഷ്ടമാണ്. ഞാൻ എക്സിലാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ എക്സിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് നോക്കാം. ഇൻ്റഗ്രേറ്റ് എന്താണ് ഇവിടെ, സോ നമുക്ക് y ഈക്വൽ ടു തന്നിരിക്കുന്നത് ഇൻ്റഗ്രേറ്റ് എന്താണ്, x² പ്ലസ് xyi ഈക്വൽ ടു x² പ്ലസ് x ഇൻറ്റു i. നമുക്ക് കാര്യം എന്താണ് മക്കളെ, വൈന് പകരം നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഈ ലൈനിൽ നിന്ന് സ്ട്രേറ്റ് ലൈൻ ഫോം ചെയ്ത വൈയുടെ വലിയ x ആണ്. സോ ഈക്വൽ ടു x² പ്ലസ് x²i. ഇവിടെ നിന്ന് x² കോമൺ ആയിട്ട് എടുക്കാം. സോ അപ്പോൾ എന്ത് കിട്ടും നിനക്ക്, 1 + i ഇൻറ്റു x². ഓക്കെ, അപ്പോൾ നമുക്ക് x² പ്ലസ് xyi എന്തായിട്ട് മാറി, നമുക്കിപ്പോൾ ഇവിടെ നിന്ന് x² കോമൺ എടുക്കുമ്പോൾ 1 + i ഇൻറ്റു x² ആയിട്ട് മാറി. ഓക്കെ, പിന്നെ ബാക്കി എന്തുകൂടെ വേണം, നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന dz ഇസ് ഈക്വൽ ടു ഫോമുല എന്താണ് മക്കളെ, dz ഫോമുല എന്താണ്, dx പ്ലസ് i ഇൻറ്റു dy ആണ്. ഓക്കെ, z ഈക്വൽ ടു x പ്ലസ് i ആകുമ്പോൾ z ഈക്വൽ ടു x പ്ലസ് iy ഇംപ്ലൈസ് dz വാല്യൂ dx പ്ലസ് i ഇൻറ്റു dy. ആൾറെഡി നമുക്ക് dx ഇരിക്കുകയാണ്, നമുക്കിനി എന്ത് ചെയ്യണം, dy-നെ ഇൻ ടേം ഓഫ് എക്സിൽ കൊണ്ടുവരണം. സോ ആ കർവ് തന്നെ യൂസ് ചെയ്യുന്നു. സോ y ഈക്വൽ ടു x ആണ് നമുക്ക് കിട്ടിയ കർവ്, നമുക്ക് ഫോം ചെയ്ത കർവ് y ഈക്വൽ ടു x ആണ്. സോ y ഈക്വൽ ടു x ആകുമ്പോൾ നമുക്ക് ദിസ് ഇംപ്ലൈസ് എന്ത് ചെയ്യണം, ലെഫ്റ്റ് സൈഡിനെ വിത്ത് റെസ്പെക്ട് വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് dy ചേർക്കണം. വൈനെ വിത്ത് റെസ്പെക്ട് വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1 ആണ്. സോ ഇൻറ്റു dy ചേർക്കുമ്പോൾ dy ഈക്വൽ ടു റൈറ്റ് സൈഡിനെ വിത്ത് റെസ്പെക്ട് എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, കൂടെ എന്തുകൂടെ ചേർക്കണം, dx കൂടെ ചേർക്കണം. അപ്പോൾ dy ഈക്വൽ ടു dx. സോ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ therefore our dz is equal to dx പ്ലസ് i ഇൻറ്റു dx. അവർക്ക് dx നമ്മൾ കോമൺ എടുക്കുമ്പോൾ എന്താവും, 1 + i ഇൻറ്റു dx ആയിട്ട് മാറും. ഓക്കെ, സോ അങ്ങനെ dz നമുക്ക് ഏത് ടേമിലായി, എക്സിൻ്റെ ടേമിലായി. ഇപ്പോൾ എക്സിൻ്റെ വേരിയേഷൻ ഇവിടെ നിന്ന് എവിടെയാണ്, ഇതാവുമ്പോൾ 0,0 ആണ്, ഇത് 3,3. അപ്പോൾ എക്സിൻ്റെ വേരിയേഷൻ 0 to 3 ആണ്. അതുപോലെ വൈൻ്റെ വേരിയേഷൻ എടുക്കുകയാണെങ്കിലും 0 to 3 ആണ്. സോ ഇവിടെ എക്സിൽ കൊണ്ടുവരുന്നതുകൊണ്ട് നമുക്ക് എക്സിൻ്റെ വേരിയേഷൻ 0,3. വളരെ ക്ലിയറാണ് മനസ്സിലാക്കേണ്ടത്. 0 എന്ന് പറയുമ്പോൾ 0 അല്ല, 0 + 0i ആണ്. 3 + 3i. ഇവിടെ 0 + 0iനെ നമുക്ക് പെയറിൽ കൊണ്ടുവരുമ്പോൾ ആടോട് പേരിൽ കൊണ്ടുവരുമ്പോൾ എന്താവും, 0,0 ഉണ്ടാകും. അതാണ് ഇങ്ങനെ ഇടാൻ കാരണം. പിന്നെ 3 + 3iനെ നമുക്ക് ആടോട് പേരിൽ റിപ്രസെൻറ്റ് ചെയ്യുമ്പോൾ 3,3 ആണ്. സോ ആ രണ്ട് പോയിൻ്റ് യൂസ് ചെയ്ത് നമുക്ക് ഒരു സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ കണ്ട് y ഈക്വൽ ടു x ആണ്. ആ y ഈക്വൽ ടു എക്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇൻ്റഗ്രൻറ്റിനെ ഇൻ ടേം ഓഫ് എക്സിൽ കൊണ്ടുവന്ന് പിന്നെ dz-നെ ഇൻ ടേം ഓഫ് എക്സിൽ കൊണ്ടുവന്ന്. സോ അപ്പോൾ ക്ലിയർലി x varies from 0 to 3. ഓക്കെ, എല്ലാം നമ്മുടെ കയ്യിലായി. എക്സിൻ്റെ വേരിയേഷൻ 0 to 3. ഇപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിൽ പോവാം. സോ ഒരു പ്രാവശ്യം സ്റ്റിൽ ചെയ്ത് കാര്യങ്ങൾ നോക്ക്, വളരെ ക്ലിയറാണ് ഓരോ കാര്യങ്ങളും.
സോ എല്ലാം നോക്കിയിട്ട് ഏതെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാകുന്ന നോക്കാം. എക്സ് സ്ക്വയർ എക്സ് വൈ എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, എക്സ് സ്ക്വയർ കോമൺ എടുക്കാം, 1 + i ഡി സെറ്റ് ആകുമ്പോൾ ഡി സെറ്റ് 1 + i. ഓക്കെ, എല്ലാം ക്ലിയർ ആണ്. നമുക്കിതിന് ബാക്കി ഇവിടെ പോവാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ therefore integral over 0 3 + 3i of x square plus xy I dz equal to integral നമ്മുടെ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ ഐ എന്തായിട്ട് മാറി 1 + i ഇൻറ്റു എക്സ് സ്ക്വയർ. അതുപോലെ നമ്മുടെ ഡി സെറ്റ് എന്തായിട്ട് മാറി 1 + i ഇൻറ്റു ഡി എക്സ്. ഈ 1 + i 1 + i മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 + i ദ ഹോൾ സ്ക്വയർ എന്നാവും. അത് കോൺസ്റ്റൻ്റ് ആണ്ട് പുറത്തെടുക്കാം. സോ അപ്പോൾ എന്താ കിട്ടും? 1 + i ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഇൻറ്റഗ്രൽ. സോ ഇതിൻ്റെ ലിമിറ്റ് കൂടി ഇട്ടില്ല. ലിമിറ്റ് എന്താണ്ട് എക്സിൻ്റെ ഡി എക്സ് ആയതുകൊണ്ട് എക്സിൻ്റെ വേരിയേഷൻ 0 to 3 ആണ്. സോ ഇവിടെ 0 to 3 എക്സ് സ്ക്വയർ ഡി എക്സ്. എന്ത് ചെയ്ത് ഞാൻ 1 + i 1 + i മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 + i ദ ഹോൾ സ്ക്വയർ ആണ്. 1 + i ദ ഹോൾ സ്ക്വയറിൽ എക്സിൻ്റെ ടേം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇൻറ്റഗ്രേഷൻ്റെ പുറത്തെടുക്കാം. അങ്ങനെയാണ് 1 + i ദ ഹോൾ സ്ക്വയർ പുറത്തെടുത്തത്. ബാക്കി ഇൻറ്റഗ്രൽ 0 to 3 എക്സ് സ്ക്വയർ ഡി എക്സ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + i ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഇൻറ്റഗ്രേഷൻ വളരെ ക്ലിയർ ആണ്. x³/3 ലിമിറ്റ് 0 to 3. ഇപ്പോൾ എന്ത് ചെയ്യണം? അപ്പർ ലിമിറ്റ് എക്സിന് പ്ലേസിൽ നമുക്ക് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താവും? ഈക്വൽ ടു 1 + i ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഇത് x³ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 27 എന്നാവും. 27/3 വാല്യൂ 9 ആണ്. വളരെ ക്ലിയർ ആണ്. x³ ആകുമ്പോൾ എന്താണ്? 3³ 3³ വാല്യൂ എന്താണ്? 3 × 3 × 3 ആകുമ്പോൾ 27. 27/3 ആകുമ്പോൾ 9 മൈനസ് 0. സോ അപ്പോൾ നമ്മൾ ലാസ്റ്റ് ആൻസർ എന്ത് കിട്ടിയടാ മക്കളെ? 9 ഇൻറ്റു ലാസ്റ്റ് ആൻസർ കിട്ടിയത് ദാറ്റ് ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു ലോവർ ലിമിറ്റ് ഇടുമ്പോൾ 0 ആണ്. രണ്ട് ടേം ഈ ടേം 0 ആവും. അപ്പോൾ 9 ഇൻറ്റു 1 + i ദ ഹോൾ സ്ക്വയർ. 1 + i ദ ഹോൾ സ്ക്വയറിന് നമുക്ക് ഇങ്ങനെ തന്നെ ഇടാം, അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് എന്ത് കിട്ടുമെന്ന് നോക്കാം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താവും? ദാറ്റ് ഈസ് 9 ഇൻറ്റു എ സ്ക്വയർ ആകുമ്പോൾ 1 പ്ലസ് 2ab ആകുമ്പോൾ എന്താണ് വരും? 2 ഇൻറ്റു 1 ഇൻറ്റു i 2i പ്ലസ് ബി സ്ക്വയർ ആകുമ്പോൾ എന്താവും? i സ്ക്വയർ എന്നാവും. i സ്ക്വയറിൻ്റെ വാല്യൂ -1 ആണ്. അതൊക്കെ ഇനി തിരിച്ച് പറയാൻ പറ്റൂല. ഓക്കെ, i സ്ക്വയറിൻ്റെ വാല്യൂ ഇതിവിടെ എ സ്ക്വയർ ആകുമ്പോൾ 1, 2ab ആകുമ്പോൾ 2 ഇൻറ്റു 1 ഇൻറ്റു i 2i പ്ലസ് ബി സ്ക്വയർ ആകുമ്പോൾ i സ്ക്വയറിൻ്റെ വാല്യൂ -1. സോ അപ്പോൾ -1 ഏത് ടൈം ക്യാൻസലാവും? -1ഉം +1ഉം ക്യാൻസലാവും. ബാക്കി 2i ആകുമ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് 18i. +1ഉം -1ഉം ക്യാൻസലാണ്. ബാക്കി വരുന്നത് 2i ആണ്. 2iയുടെ വാല്യൂ 18i. ഇത് നമ്മുടെ കറക്റ്റ് ആൻസറാണ്. ഈ ആൻസറെക്കാട്ടിയും ബെറ്റർ ആയിട്ടുള്ള ആൻസറാണ് 18i എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനും ക്ലിയർ ആണ്. നമുക്കിപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ പോവാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ തന്നിട്ടില്ലായിരുന്നു. എക്സിനെ വൈനെ കണക്ട് ചെയ്യാൻ ഇക്വേഷൻ തന്നില്ലായിരുന്നു. നമുക്ക് എന്ത് ചെയ്ത്? എക്സിനെ വൈനെ കണക്ട് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്കാണ് കണ്ടെത്തിയത്. അതാണ് ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ പോവാം.